ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്ത്രീകൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. പ്രിയമുള്ളവരെ, ധനകാര്യമന്ത്രി സഖാവ് ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അതിലൊന്ന് തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ നീക്കിവെക്കുമെന്നുള്ളതാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ആ രംഗത്ത് പണിയെടുക്കുന്ന സഹോദരിമാരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഇല്ലേ? ചവറയും പന്മനയും തേവലക്കരയും നമ്മുടെ നീണ്ടകരയും എല്ലാം ഉൾപ്പെടെയുള്ള തെക്ക് ഭാഗത്തുനിന്നും ഒക്കെയുള്ളവർ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി നാളെ ഉണ്ടാവാൻ പോകുന്നില്ല. ഈ പദ്ധതി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 1000 കോടി രൂപ നീക്കിവെച്ചത്. 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം അതിനെ പിന്തുണച്ചപ്പോൾ അന്നാണ് തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. ഇടതുപക്ഷത്തിൻ്റെ 62 MPമാരുടെ പിന്തുണയോടെയാണ് അങ്ങനെ ഒരു പദ്ധതി രാജ്യത്ത് വന്നത്. അത് മറന്നു പോകരുത്, കാരണം അത് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. അന്നത്തെ ഗവൺമെൻറ്റിനെ നമ്മൾ പുറത്തുനിന്ന് പിന്തുണച്ചു. വർഗീയ ശക്തികൾ ഇന്ത്യയുടെ അധികാര കസേരയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ അവർക്ക് പിന്തുണ കൊടുത്തത്. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 MPമാരും അന്ന് 1ാം UPA ഗവൺമെൻറ്റിനെ പിന്തുണച്ചു. നമ്മളടക്കം ബംഗാളിൽ നിന്നും മറ്റു ആന്ധ്രയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള ഇടതുപക്ഷ MPമാർ 62 പേർ. നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അത് നിയമമാവില്ല. അന്ന് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെച്ച കണ്ടീഷനുണ്ട്, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കണം. കുടുംബത്തിനൊരാൾക്ക് 100 ദിവസം തൊഴിൽ കൊടുക്കണം. തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. അതിൽ കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കണം. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ ഉണ്ടാവണം, പരിശോധിക്കണം. തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചു. അതെല്ലാം നിയമത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അങ്ങനെ പാസ്സാക്കിയെടുത്തുള്ള തൊഴിലുറപ്പ് നിയമമാണ് ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ്. 17 ലക്ഷം കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്നുണ്ട്. പരമാവധി തൊഴിൽ ദിനം നമ്മൾ കൊടുത്തു. 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളെ നമ്മൾ ആദരിച്ചു. ഓണക്കാലത്ത് പ്രത്യേക ബോണസ് അവർക്ക് നമ്മൾ കൊടുത്തു. പട്ടികവർഗ മേഖലയിൽ 100 തൊഴിൽ ദിനം കഴിഞ്ഞാൽ നമ്മൾ 100 കൂടി കൊടുത്തു. അങ്ങനെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഞാനിത് ഇത്രയും വിശദീകരിച്ചത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അവരുടെ ഇടയിൽ പോയി ഒരുപാട് വ്യാജ പ്രചരണം പലരും നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നാം മനസ്സിലാക്കണം, കേന്ദ്രം അട്ടിമറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ അട്ടിമറിച്ച് ഒരു പദ്ധതി നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് 1000 കോടി രൂപ ബഡ്ജറ്റിൽ നമ്മൾ നീക്കിവെച്ചിട്ടുള്ളത്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 400 കോടി രൂപ നമ്മൾ നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംരക്ഷകരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ രംഗത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾക്കറിയാം, വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിലും ഈ പദ്ധതി നന്നായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പദ്ധതി ഉണ്ടാവണം. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിൽ ആ പദ്ധതി ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. പാവപ്പെട്ട സ്ത്രീകളുടെ പട്ടിണി മാറാൻ, അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നുള്ള പുതിയ പദ്ധതി പ്രകാരം ഇന്ത്യയിൽ 2 മാസം തൊഴിലുറപ്പ് പദ്ധതിയേ ഇല്ല. VBG റാംജി എന്നൊക്കെ പേര് പറഞ്ഞെങ്കിലും പദ്ധതി ഇന്ത്യയിൽ 2 മാസം ഇല്ല. അത് ഇന്ത്യയിലെ വിളവെടുപ്പ് സമയമാണ്. വിളവെടുപ്പ് സമയത്ത് ഇന്ത്യയിലെ ഭൂസ്വാമിമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചെയ്തു കൊടുത്ത ഔദാര്യമാണിത്.